ക്ലയൻറ്റ് തരുന്ന ഒരു സാധനത്തിൻ്റെ ഒരു വിലയുടെ ഒരു മൂല്യം വെച്ചിട്ടല്ല നമ്മൾ സർവീസ് കൊടുക്കുക. 1000 രൂപയുടെ ഒരു സാധനം തന്നാലും 1,00,000 രൂപയുടെ സാധനം തന്നാലും നമ്മൾ ഒരേ രീതിയിലുള്ള സർവീസ് സപ്പോർട്ട് തന്നെ കൊടുക്കും. ഇത് ക്ലയൻറ്റ് തന്ന നമുക്ക് സ്ഥിരമായിട്ട് വർക്ക് ചെയ്ത് തരുന്ന ക്ലയൻറ്റ് തന്നൊരു ബാറ്ററി ചാർജറാണ്. അപ്പം ഇത് വന്നപ്പോഴത്തേനും ബാറ്ററി ചാർജ് ആവുന്നില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ നമ്മളിത് കറക്റ്റായി അനലൈസ് ചെയ്തു. ഇതിനകത്തിരുന്ന ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ 10 + 2 വോൾട്ട് ആ രീതിയിൽ, അത് ടോട്ടൽ 12 വോൾട്ട് ആ രീതിയിലേ ഉള്ളൂ. അത് ഹെൽത്തി ബാറ്ററി ആണെങ്കിൽ ചാർജ് ആവും, അതല്ലാത്ത ബാറ്ററി ആണെങ്കിൽ ചാർജ് ആവില്ല, കുറേ നാൾ കഴിയുമ്പോൾ ചാർജ് ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ ഇതാണ്, ഇത് 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ആയിരുന്നു. അതായത് സെൻറ്റർ ടാപ്പ്, അതായത് 10 വോൾട്ട് സെൻറ്റർ ടാപ്പ് കഴിഞ്ഞ് പിന്നെ ഒരു 2 വോൾട്ട് ആ രീതിയിൽ അത് മാറ്റി നമ്മൾ റിവൈൻഡ് ചെയ്ത് 14 വോൾട്ട്. നമുക്കറിയാം ഒരു ഹെൽത്തി ആയിട്ടൊരു ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ 14 വോൾട്ട് വേണം. അല്ലെങ്കിൽ പ്രത്യേകം സർക്യൂട്ട് വെച്ചിട്ട് 6 വോൾട്ട് അല്ലെങ്കിൽ 8 വോൾട്ട് 10 വോൾട്ട് ആക്കാം. പ്രത്യേകിച്ച് നമുക്ക് ട്രിഗർ ചെയ്തിട്ടുള്ള സർക്യൂട്ടും കാര്യങ്ങളും വേണം. ഇതിനൊന്നുമില്ല, വെറുതെ ഒരു ഇതായതുകൊണ്ട് നമ്മൾ 14 വോൾട്ടോട് മാറ്റി. പിന്നെ നമ്മൾ ഇതിനകത്ത് ചാർജിങ് സർക്യൂട്ട് കറക്റ്റ് അല്ല, അതുകൊണ്ട് നമ്മൾ വേറൊരു ചാർജിങ് സർക്യൂട്ട് ആഡ് ചെയ്തു. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പോരായ്മകൾ നമ്മൾ ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ 10 ആമ്പിയർ വരെ നമുക്ക് പറ്റത്തുള്ളൂ. ഈ 10 ആമ്പിയർ അല്ലാതെ, കാരണം എന്ന് പറഞ്ഞാൽ 7 ആമ്പിയറിൻ്റെ റിലേ ആണ്. ഈ 7 ആമ്പിയറിൻ്റെ റിലേ ആയതുകൊണ്ട് തന്നെ ഇതിന് ഇൻബിൽട്ടായിട്ട് ഒരു റിലേ ഉണ്ടായിരുന്നു, ആ വലിയ റിലേ അത് കൊടുത്തു. അതേപോലെ തന്നെ ഡയോഡുകൾ കണ്ടോ, ഡയോഡുകൾ വെറും 6 ആംസിൻ്റെ ഡയോഡ് മാത്രമേ ഉള്ളൂ. ആ ഡയോഡ് മാറ്റി നമ്മൾ ഹെവി ആയിട്ടുള്ള 35 ആമ്പിയറിൻ്റെ ഡയോഡും കൊടുത്തു. അതിനൊരു ഹീറ്റ് സിങ്കും കൊടുത്തു ചൂടാവാതിരിക്കാൻ. കാരണം ചൂടായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചൂടായ ഇത് സോൾഡറിങ് ഇതാണ്, ഇത് ഇവിടെ ചൂടാവും, ഇത് സോൾഡറിങ് വിട്ടുപോകും. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിവിടെ ഹീറ്റ് സിങ്ക് കൊടുത്തത്. അപ്പോൾ ഹീറ്റ് സിങ്ക് ആകുമ്പോൾ ഇത് ബെറ്ററായിട്ട് നമുക്ക് ഹീറ്റ് ഡിസിപ്പേഷൻ ചെയ്യും. കൂടാതെ ഈ സർക്യൂട്ടിന് ഒരു ചെറിയൊരു പോരായ്മയുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ട്രാൻസിസ്റ്ററാണ് കട്ട് ഓഫിന് കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് ഓൺ ഓഫ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഹിസ്റ്റോറിസിസ് ഇല്ല. അതുകൊണ്ട് ഹിസ്റ്റോറിസിസ് ഇല്ലാത്തതുകൊണ്ട്, ഹിസ്റ്റോറിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺ ഓഫ് ആക്കുന്ന ഒരു സാധനത്തിന് മെയിനായിട്ട് കൊടുക്കേണ്ട ഒരു സാധനമാണ് ഹിസ്റ്റോറിസിസ്. ഇത് വെറും ഓൺ ഓഫ് ആണ്, റിലേ വെച്ചിട്ട് ഓൺ ഓഫ് ആണ്. അപ്പം ഇതിനത് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേപ്പബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ബാറ്ററി ഡിസ്കണക്റ്റ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കടന്ന് ഫ്ലിക്കറിങ് ടെക് 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 എന്ന് പറഞ്ഞ ഒരു സൗണ്ട് കേൾക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബയാസിങ്ങിന് ഒരു കപ്പാസിറ്റർ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ 35 ആമ്പിയർ ഡയോഡ്, ഒരു ഹീറ്റ് സിങ്ക്, അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു ബയാസിങ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിലേ, ഇതിൻ്റെ അകത്ത് ചെറിയ റിലേ പാരലായിട്ട് തന്നെ നമ്മൾ വലിയ റിലേ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫോമർ റീവൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ സാധനം ചാർജിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് നമ്മൾ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു എന്താ പറയുക ട്രിക്കിൾ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫുള്ളി കട്ട് ഓഫ് ആകത്തില്ല, ഇതിങ്ങനെ അടിച്ചുകൊണ്ടേ ആ ചാർജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിക്കൊണ്ടേയിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ സർവീസ്.